ഈശോമിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട വികാരി അച്ഛ, ബഹുമാനപ്പെട്ട കൊച്ചച്ച, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ശ്രീപാദയിലൂടെ 14 സ്ഥലങ്ങളിലും നിയോഗം വെച്ച് പ്രാർത്ഥനാപൂർവം നമ്മളായി മലമുകളിൽ ഉയർത്തപ്പെട്ട ഈ ഒരു കൊച്ചു ചാപ്പലിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ വലിയൊരു ആശ്വാസം നമ്മുടെ മനസ്സുകളെ തലോടിക്കൊണ്ട് കടന്നു പോകുന്നത് നമ്മൾ ഓർത്തുപോയി കാണുമായിരിക്കാം. ഒത്തിരിയേറെ വേർപ്പ് തുള്ളികൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്നുണ്ടെങ്കിൽ പോലും ഈ മലമുകള് നമുക്ക് വലിയ ആശ്വാസം പകരുവാൻ കാരണമായി. വിയർപ്പ് തുള്ളികൾ പോലും എവിടേക്ക് പോയി എന്ന് അറിയാതെ നമ്മൾ ആ ഇളക്കാറ്റിൽ ആശ്വാസം തേടുകയായിരുന്നു. ഈ കൊച്ചു മലമുകളിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ അനുഗ്രഹപ്രദമായ ഈ കൊച്ചു ദേവാലയത്തിൽ ദീപബലിയിലായിരിക്കുമ്പോൾ ഏറെ അനുഗ്രഹപ്രദമായ നിമിഷമാണ് നമുക്ക് സമ്മാനിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. ശ്രീപാദയ്ക്ക് വേണ്ടി വീതികളെല്ലാം അതിമനോഹരമായി ഒരുക്കപ്പെട്ടിരിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിച്ചു. നമുക്ക് നടന്നു നീങ്ങുവാൻ എളുപ്പത്തിന് പാതയോരങ്ങൾ അതിമനോഹരമായിരുന്നു. ആ പാതയോരങ്ങളിലൂടെ നമ്മൾ പ്രാർത്ഥനാപൂർവ്വം കടന്നു വന്ന് ദൈവ തിരുമുമ്പാകെ ഈ മലമുകളിൽ നിയോഗം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ നിയോഗമേൽ അനുഗ്രഹം വർഷിക്കുന്ന ഒരു കർത്താവുണ്ട് എന്നുള്ളതാണ് ഈ ക്ലേശങ്ങൾ സഹിക്കുവാനും ക്ലേശം സഹിച്ച ഈ മലമുകളിലേക്ക് എത്തിച്ചേരുവാനും നമ്മെ പ്രേരിപ്പിക്കുന്ന ഏക ഘടകം എന്ന് പറയുന്നത്. നോമ്പ് കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നോമ്പ് കാലഘട്ടത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കൂടിയാണ് ഇത്. ഈ ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മുടെ ത്യാഗത്തിന് അർത്ഥമുണ്ട് എന്നുള്ള കാര്യം ഈ വർഷത്തെ നോമ്പുകാലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വലിയ ക്ലേശങ്ങളൊന്നുമല്ല നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത്. ചെറിയ ചെറിയ ത്യാഗ പ്രവർത്തികളിലൂടെ നമ്മുടെ ആത്മീയ ജീവനത്തിന് വലിയ ഉണർവ് പകരണം എന്നുള്ള കാര്യമാണ് ഈശോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗവും അതുതന്നെയാണ്. ഗസ്മേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ഈശോയെ നമ്മൾ സുവിശേഷത്തിൽ കണ്ടുമുട്ടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം നല്ല രീതിയിൽ ഉത്തരം കിട്ടണമെന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈശോ തന്റെ ജീവിതത്തിലൂടെ പഠിപ്പിക്കുകയാണ്. വരാനിരിക്കുന്നത് കഠോരമായ പീഡനങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കല്ലേറ് ദൂരം മാറി നിന്നുകൊണ്ട് ഒലിവമലയിൽ ചെന്നുകൊണ്ട് തന്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വരാനിരിക്കുന്ന പീഡനങ്ങൾ എത്രമാത്രം വലുതാണ് എന്നുള്ള കാര്യം ശിഷ്യന്മാർക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഈശോയ്ക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്നു. കാരണം അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അവന്റെ മാനുഷികത്വം അവിടെ കൂടുതലായിട്ട് കടന്നു വരികയും പരമപിതാവിന് മുമ്പിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥനകൾ നിരത്തുകയുമാണ്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റി തരണമേ എന്ന്. നമുക്കറിയാം ആ പ്രാർത്ഥന പോലും കേൾക്കുന്നില്ല എന്നുള്ള കാര്യം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ ത്യാഗം സഹിച്ച് പ്രാർത്ഥിച്ചിട്ടും എന്തേ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം ഈശോയുടെ ജീവിതത്തിൽ നിന്ന് ഈ ഒരു ഏട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവന്റെ പ്രാർത്ഥനകൾ കഠോരമായി കഴിഞ്ഞപ്പോൾ വേർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി ഇറ്റിറ്റ് വീണു എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും കഠോരമായ വേദനകളിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങൾ വല്ലപ്പോഴുമൊക്കെ സംഭവിച്ചു പോയിട്ടില്ലേ? അവിടെയൊക്കെ ദൈവത്തെ കൂട്ടുപിടിച്ച് കാല് പിടിച്ച് കരഞ്ഞു കഴിഞ്ഞപ്പോൾ പോലും തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ വിശ്വാസ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യം ഈ നോമ്പുകാലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കഠോരമായ വേദനകളിലൂടെ കടന്നുപോയ യേശുവിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ മനുഷ്യനായ നമ്മെ സംബന്ധിച്ചോടെ നമ്മുടെ ജീവിതത്തിലും
കഠോരമായ വേദനകളിലും ചിലപ്പോൾ ഉത്തരം നൽകാതെ ഇരിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഈശോയുടെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഞാനും ഏതെങ്കിലും രീതിയിലുള്ള സഹനങ്ങൾ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെയാണ്: കർത്താവേ, നീ മനസ്സാകുന്നുവെങ്കിൽ ആ സഹനം എന്നിലേക്ക് വന്നു ചേരട്ടെ. പക്ഷേ നീ സഹിക്കുവാനുള്ള കൃപ കൂടി എനിക്ക് നൽകണം എന്നുള്ള കാര്യമാണ് പ്രാർത്ഥിക്കുന്നത്. സഹനം വേണ്ട എന്ന് വയ്ക്കുവാനല്ല, മറിച്ച് സഹിക്കുവാനുള്ള കൃപ കൂടി നീ എനിക്ക് നൽകണം എന്നുള്ള കാര്യമാണ് പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, അത്തരത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു തോത് മാറ്റി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അനുഗ്രഹദായകമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ സുഖവും ദുഃഖവുമുണ്ട്, സങ്കടങ്ങളുമുണ്ട്. ഈ സങ്കടങ്ങളെ എങ്ങനെ മൂല്യമുള്ളതാക്കി മാറ്റാം എന്നുള്ള കാര്യമാണ് നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ ചിന്തിപ്പിക്കേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. വലിയ കാര്യങ്ങളൊന്നും ചെയ്യുവാൻ നോമ്പുകാലം നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. കൊച്ചു കൊച്ചു ത്യാഗ പ്രവർത്തികളിലൂടെ നമ്മുടെ ഈ കൊച്ചു ജീവിതത്തെ ആത്മീയമായിട്ട് ഉണർവിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യം മാത്രമാണ് ഈ നോമ്പുകാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. 2026 ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നല്ല ഒരു തീരുമാനമെടുക്കുവാൻ കൂടി നമ്മെ ശക്തിപ്പെടുത്തട്ടെ, ശക്തരാക്കട്ടെ. അത് ഇപ്രകാരമായിരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ നാവുകൾ കൊണ്ട് വരുവാൻ പോകുന്ന എല്ലാ പാപത്തിന്റെ മേലും വിജയം വരിക്കുവാൻ വേണ്ടിയുള്ളതായിരിക്കണം നമ്മുടെ ഈ ഉറച്ച തീരുമാനം എന്ന് പറയുന്നത്. വീടുകളിൽ വളരെയധികം ദേഷ്യപ്പെടുന്ന മാതാപിതാക്കളാണ് ഉള്ളതെങ്കിൽ മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് കുടുംബത്തിലുള്ളവരോട് സൗമ്യമായിട്ട് പെരുമാറുവാൻ തക്കവിധം ഈ നോമ്പുകാലം നമ്മെ പ്രാപ്തരാക്കണം എന്നാണ് ആവശ്യപ്പെടുവാനുള്ളത്. എപ്പോഴും കുത്തുവാക്കുകൾ മാത്രമാണ് വീടുകളിൽ ഒഴുകുന്നെങ്കിൽ അവിടെ ശാന്തത കൈവരുത്തുവാൻ പറ്റുന്ന രീതിയിൽ ശാന്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ നമ്മൾ പ്രാപ്തരാകുക എന്നുള്ളതാണ് ഈ നോമ്പുകാലം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ശരിയായി നിർവഹിക്കുവാൻ സാധിക്കാതെ പോകുന്ന, ഉത്തരവാദിത്വം ബോധത്തെ കുറിച്ചുള്ള ചിന്തയില്ലാത്ത മാതാപിതാക്കളാണെങ്കിൽ കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുത്തുകൊണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന രീതിയിലേക്ക് ഒരു വളർച്ച പ്രാപിക്കുവാൻ വേണ്ടി ഈ നോമ്പുകാലം നമ്മെ ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, വലിയ ത്യാഗങ്ങളല്ല ആവശ്യപ്പെടുന്നത്. ചെറിയ ചെറിയ ത്യാഗങ്ങളിലൂടെ ഈ ഒരു നോമ്പുകാലം ഫലദായകമാക്കണം എന്നുള്ള കാര്യം മാത്രമാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ നോമ്പുകാലം ഏറെ അനുഗ്രഹപ്രദമാകണം. ഓരോ വർഷവും കടന്നു പോകുന്നത് പോലെയുള്ള ഓരോ നോമ്പുകാലം ആയിരിക്കരുത് 2026 നമുക്ക് സമ്പാദിക്കേണ്ടത്. അത് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു നവീകരണം സംഭവിക്കുവാൻ ഇടവരുത്തട്ടെ എന്നുള്ളതായിരിക്കണം. ഈ മലമുകള്